പത്താമുദയം. പത്താമുദയത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്. സൂര്യൻ അത്യുച്ച രാശിയിൽ വരുന്ന ദിവസമാണ് പത്താമുദയം. ഓഹോ, അത് ശരി. അന്ന് സൂര്യൻ ഏറ്റവും ബലവാനായിരിക്കും. അപ്പോൾ ആ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത കാണുമായിരിക്കും അല്ലേ? ആ ദിവസം വിത്ത് വിതയ്ക്കാനും തൈ നടാനും കയറിത്താമസത്തിനും പാലുകാച്ചിനും പത്താമുദയം ഉത്തമമാണ് എന്നാണ് വിശ്വാസം. ചുരുക്കി പറഞ്ഞാൽ ഏത് ശുഭകാര്യത്തിനും പറ്റിയ ദിവസം. അത് വിശ്വാസമുള്ളവർക്ക്. പക്ഷേ വിപ്ലവകാരിയൊക്കെ ഇതിൽ വിശ്വാസം വരുമോ? വിപ്ലവകാരികൾ ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലെന്ന് പറയുമെങ്കിലും അവർ പുരോഗമനം പ്രസംഗിക്കുമെങ്കിലും നാളും നക്ഷത്രവും നോക്കാതെ ഒരു ശുഭകാര്യവും ചെയ്യാറില്ല. പിണറായി വിജയനെ സൂര്യനായി ആരാധിക്കുന്ന പാർട്ടി AKG സെന്ററിന്റെ പാലുകാച്ചിന് പത്താമുദയം തന്നെ തിരഞ്ഞെടുത്തു. പത്താമുദയം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാര്യം? അന്ന് പിണറായി അത്യുച്ചത്തിൽ വരുന്ന ദിവസം കൂടിയാണ്. എന്നാ പിന്നെ ദിവസം മാറ്റാൻ പറ്റൂല, ആ ദിവസം തന്നെ വേണം. ഇപ്പോഴത്തെ AKG സെന്ററിന്റെ എതിർവശത്ത് 32 സെന്റിൽ 9 നിലകളിലായിട്ടാണ് കെട്ടിടം പണി തീർത്തിട്ടുള്ളത്. വാസ്തുവിധി പ്രകാരം എന്തൊക്കെ തടസ്സങ്ങളുള്ളതായിട്ട് ജ്യോത്സ്യൻ ഓലത്താന്നി ഓമനക്കുട്ടൻ മുമ്പ് എൻ്റെ അടുത്ത് സൂചിപ്പിച്ചു. അങ്ങനെ എന്തെങ്കിലും? യാതൊരു തടസ്സങ്ങളും കൂടാതെയാണ് 2 വർഷം കൊണ്ട് കെട്ടിടം കെട്ടിപ്പൊക്കിയത്. 2 വർഷം കൊണ്ടാണ് ആ കെട്ടിടം പെട്ടെന്ന് ഇങ്ങനെ കെട്ടിപ്പൊക്കിയതെങ്കിൽ ആ കൺട്രാക്റ്റിനെ സമ്മതിച്ചു കൊടുക്കണം. ശതകോടീശ്വരന്മാർ പോക്കറ്റിലും കോടീശ്വരന്മാർ മടിയിലും സാധാരണക്കാരുടെ കാശ് ബക്കറ്റിലും കിട്ടിയാൽ 9 അല്ല 90 നിലയിൽ കെട്ടിടം പണിയാം. അതൊക്കെ ശരിയാണ്. എന്നാലും ഈ പാലുകാച്ചിന് മുമ്പായിട്ട് രാവിലെ ഭഗവതി ഹോമം, പിന്നെ പ്രത്യേക പൂജാതി കർമ്മങ്ങൾ ഇതൊക്കെ ഉണ്ടാവില്ലേ? പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ച് കണ്ണൂർ ഭജന സമിതിയുടെ ഗാനാർച്ചന. പിന്നല്ല, ആ പാട്ട് പാടിക്കഴിഞ്ഞാൽ പിന്നെ എന്തോന്ന് ഭഗവതി ഹോമം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ചുമപ്പടിക്കാതെ ഒരുമാതിരി കാവി കളറാണല്ലോ അതിൽ അടിച്ചേക്കണേ. 10 വർഷം കൂടി കഴിഞ്ഞ് പിണറായി വിജയന്റെ യുഗം വിശ്രമത്തിന് കയറി കഴിഞ്ഞാൽ എന്തായാലും പുള്ളിക്കൊരു വിശ്രമം വേണമല്ലോ. അപ്പോൾ ഉടൻ കെട്ടിടവും സ്ഥലവും BJPക്ക് പാട്ടത്തിന് കൊടുക്കാനുള്ളതിനാൽ അവരുടെ അഭിപ്രായ പ്രകാരം കാവി പൂശിയാണ് കെട്ടിടം അലങ്കരിച്ചിരിക്കുന്നത്. സോറി, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, എന്തൊക്കെ സൗകര്യങ്ങളായിരിക്കും ഈ കെട്ടിടത്തിൽ ഉണ്ടായിരിക്കുന്നത്? 9ാം നിലയിൽ പിണറായി വിജയന്റെ ഹെലികോപ്റ്ററും മരുമകന്റെ പാരച്ചൂട്ടും ലുട്ടാപ്പിയുടെ കുന്തവും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുകൊള്ളാം, അടിപൊളി അടിപൊളി. ഈ കെട്ടിടത്തിൻ്റെ മണ്ടിൽ നിന്ന് ബിരിയാണിയും കോഴിക്കാലും ഒക്കെ കടിച്ച് തിന്നുമ്പോഴത്തേക്ക് ആ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ആശാവർക്കർമാർ കുത്തിയിരുന്ന് കഞ്ഞി കുടിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളും കാണാൻ പറ്റും. കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്ന് ഗോവിന്ദൻ മാഷ് ചുറ്റുപാടുമുള്ള സാധാരണക്കാരെ ബൈനോക്കുലറിലൂടെ ഒരു നോട്ടമുണ്ട്. പിണറായി പറഞ്ഞത് എത്ര ശരിയാണെന്ന് അപ്പോൾ മനസ്സിലാകും. ബൈ ദ ബൈ, വേറെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്? വാസവനെ പോലെയുള്ളവർക്ക് ECG സൗകര്യം, തീവ്രത അളക്കുന്ന ലാബ്, ചൂടപ്പം വിൽക്കുന്ന ക്യാൻറ്റീൻ, ശ്രീമതിക്ക് രാത്രി 11 വരെ വായിച്ചിരിക്കാനുള്ള റീഡിംഗ് റൂം, പുറത്ത് ബോംബിട്ടാലും അകത്ത് ശബ്ദം കേൾക്കാത്ത സംവിധാനങ്ങൾ, ഓൾഡ് പീസായ ബാലനെയും മറ്റും സൂക്ഷിക്കാനുള്ള മ്യൂസിയം, P രാജീവിനായി ആത്മനിഷ്ഠ ഘടകത്തെ വേർതിരിക്കാനുള്ള യൂണിറ്റ്, ബേബി സാറിന് ആഗോള സാമ്പത്തിക ഭീമന്മാരെ നിരീക്ഷിക്കാനുള്ള ഫാക്ടറി, ഇവയ്ക്കെല്ലാം ഓരോ നിലയിലും സൗകര്യമുണ്ടാകും. ഓക്കെ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ വീടിന് നല്ലൊരു പേര് കൂടെ കൊടുക്കണ്ടായോ? പിണറായി വിലാസം ബെഡായി ബംഗ്ലാവ് എന്ന പേരായിരുന്നു വേണ്ടിയിരുന്നത് എന്നല്ല, അത് മതി. അപ്പോൾ ബെഡായി ബംഗ്ലാവിൻ്റെ പാലുകാച്ചിന് കാണാം. ഓക്കെ, ബൈ ബൈ.